മറ്റ് രാജ്യങ്ങളിലോ നിർമ്മിച്ച ഐഫോണുകൾ അമേരിക്കയിൽ വിറ്റാൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആപ്പിൾ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകി. US-ൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ നിർമ്മിച്ചതാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലോ അല്ല, അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ടിം കുക്കിനെ വളരെ മുൻപേ അറിയിച്ചിരുന്നു. അങ്ങനെയല്ലെങ്കിൽ ആപ്പിൾ US-ന് കുറഞ്ഞത് 25% താരിഫ് നൽകണം. ഇന്ത്യയിൽ പ്ലാന്റുകൾ നിർമ്മിക്കരുതെന്ന് ആപ്പിൾ സിഇഒയോട് കഴിഞ്ഞ ആഴ്ച ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഉയർന്ന താരിഫുകൾ ചൂണ്ടിക്കാട്ടിയും ഇന്ത്യക്ക് സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ആപ്പിൾ ഐഫോൺ നിർമ്മാണത്തെ വിമർശിക്കുന്നതിനിടെ ട്രംപിൻ്റെ തന്നെ ഐഫോൺ നിർത്താതെ ബെല്ലടിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ. നിരവധി ട്രോളുകളാണ് ട്രംപിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത്. അതേസമയം യുക്രൈനിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാൾ നിരപരാധികളെ കൊല്ലുകയാണെന്നും യുക്രൈനിനെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ റഷ്യയുടെ വലിയ നാശത്തിന് അത് കാരണമാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രതികരിച്ചത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈനിൽ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ട്രംപ് രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചത്. അയാൾ നിരപരാധികളെ കൊല്ലുകയാണ്. പുടിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അയാളെ ഏറെ കാലമായി എനിക്കറിയാം. പക്ഷേ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് നിരപരാധികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പുടിൻ ചെയ്യുന്നത് എനിക്ക് തീരെ പിടിക്കുന്നില്ല. അയാൾ ആളുകളെ കൊന്നൊടുക്കുകയാണ്. അയാൾക്ക് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യ യുക്രൈനിലേക്ക് 367 ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച നടന്ന ഈ റഷ്യൻ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് കീവിലും മറ്റ് നഗരങ്ങളിലും ഉണ്ടായത്. എന്നാൽ വ്ളാഡിമിർ പുടിൻ തികച്ചും ഭ്രാന്തനായി എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം വൈകാരിക അമിതഭാരം മൂലമാകാമെന്ന് ക്രെംലിൻ തിങ്കളാഴ്ച പറഞ്ഞു. എന്നാൽ ഉക്രൈൻ സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിൽ സഹായിച്ചതിന് US നേതാവിന് നന്ദി പറഞ്ഞു. യുക്രൈനെതിരെ യുദ്ധത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് പുടിൻ തികച്ചും ഭ്രാന്തനായി എന്ന് ട്രംപ് പറഞ്ഞു. കൂടാതെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ശകാരിച്ചെങ്കിലും മോസ്കോയിൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചർച്ചാ പ്രക്രിയ സംഘടിപ്പിക്കുന്നതിലും ആരംഭിക്കുന്നതിലും സഹായിച്ചതിന് അമേരിക്കക്കാരോടും പ്രസിഡന്റ് ട്രംപിനോടും ഞങ്ങൾ വ്യക്തിപരമായി നന്ദിയുള്ളവരാണ്. പുടിനെക്കുറിച്ചുള്ള ട്രംപിൻ്റെ പരാമർശങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിൽ കർണാടകയിൽ തട്ടിപ്പ്. സംസ്ഥാനത്തുടനീളം 150 പേരിൽ നിന്നായി 1 കോടിയിലധികം രൂപയാണ് തട്ടിയത്. തട്ടിപ്പിനിരയായവർ പോലീസിനെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പ് വിവരം പുറത്തായത്. ട്രംപിൻ്റെ പേരിലുള്ള ആപ്പ് ഉപയോഗിച്ച് ബാംഗ്ലൂരു, തുംകൂരു, മാംഗ്ലൂരു, ഹവേരി എന്നിവിടങ്ങളിലെ ആളുകളെയാണ് സംഘം തട്ടിപ്പിനിരയാക്കിയത്. തട്ടിപ്പുകാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ചില മാർക്കറ്റിംഗ് കമ്പനികൾ സുരക്ഷിതമാണ് എന്ന് ട്രംപ് പറയുന്ന വീഡിയോകളാണ് ഇവർ പ്രചരിപ്പിച്ചത്. തുടർന്ന് ഈ വീഡിയോകൾ കാണിച്ച് കമ്പനികളുടെ വിശ്വാസ്യത ഉറപ്പിച്ചു. വീഡിയോ വിശ്വസിച്ച് നിരവധി പേർ ഈ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിക്ഷേപം നടത്തി തട്ടിപ്പിനിരയാവുകയായിരുന്നു. വൻ റിട്ടേൺ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് സംഘം നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയതെന്ന് ഹവേരി സൈബർ ക്രൈം എക്കണോമിക്സ് ആൻഡ് നർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ ശിവകുമാർ ആർ ഗാനചാരി പറഞ്ഞു. ട്രംപ് ഹോട്ടൽ റെന്റൽ എന്നാണ് തട്ടിപ്പ് സംഘം നിർമ്മിച്ച ആപ്പുകളിൽ ഒന്നിൻ്റെ പേര്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിക്ഷേപം ഇരട്ടിയാകുമെന്നായിരുന്നു സംഘം നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്ന്. നിക്ഷേപത്തിന് വൻ റിട്ടേൺ വാഗ്ദാനം ചെയ്തതിനു പുറമെ വർക്ക് ഫ്രം ഹോമിലൂടെ പണം നേടാമെന്ന് പറഞ്ഞും തട്ടിപ്പുകാർ പണം തട്ടിയെടുത്തിരുന്നു. അതേസമയം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് 50% തീരുവ ചുമത്താനുള്ള തീരുമാനം നീട്ടിവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജൂലൈ 9 വരെയാണ് സമയം ദീർഘിപ്പിച്ചത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായുള്ള ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വ്യാപാര കരാർ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്നും ധാരണയായി. ട്രംപുമായി മികച്ച ചർച്ച സാധ്യമായി എന്ന യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തീരുവ സംബന്ധിച്ച തീരുമാനത്തിൽ കൂടുതൽ സമയം അനുവദിച്ചത്. ജൂൺ 1 മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെ 50% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത്.
ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ തീരുമാനം നടപ്പാക്കുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായുള്ള ചർച്ച നടന്നത്. പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സമയപരിധി ദീർഘിപ്പിച്ചതെന്നാണ് ഇക്കാര്യത്തിൽ ട്രംപ് നൽകുന്ന വിശദീകരണം. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പ്രതികരണം. താരിഫ് വിഷയം വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് വോൺ ഡെർ ലെയ്ൻ തന്നോട് പറഞ്ഞതായി ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിനിടെ ജൂൺ 1 മുതൽ തീരുവ ചുമത്തി തുടങ്ങുമെന്ന ട്രംപിന്റെ ആദ്യ ഭീഷണിക്ക് പിന്നാലെ ഓഹരി വിപണികളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. യൂറോപ്യൻ ഓഹരി വിപണികളിൽ വലിയ നഷ്ടമാണ് പ്രഖ്യാപനം ഉണ്ടാക്കിയത്. യൂറോപ്യൻ ഓഹരി വിപണി 2% ഒറ്റയടിക്ക് ഇടിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. കഴിഞ്ഞ മാസം മിക്ക യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളിലും ട്രംപ് 20% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് ജൂലൈ 8 വരെ തീരുവ 10% കുറച്ചു. ചർച്ചകൾക്ക് സമയം അനുവദിച്ചുകൊണ്ടിരുന്നു എന്നായിരുന്നു നടപടി.